ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മാംഗോ വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ഡെസേർട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി മാംഗോ ഡെസേർട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മാമ്പഴം. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ള ഒരൈറ്റം കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡെസേർട്ട്. അപ്പോൾ ഒത്തിരി ചിലവൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീം വേണം. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു 6-7 ബിസ്ക്കറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10 രൂപയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതല്ല, നിങ്ങൾക്ക് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കണമെന്ന് കണ്ടു നോക്കാം. ഞാനിതാ ഇതേപോലെ ഒരു പീലർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്നുകൊണ്ട് വലിച്ചു കൊടുത്താൽ നമുക്കിത് ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ ഇവിടെ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. അപ്പം നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ചേർക്കാതെ നമ്മുടെ മാങ്ങ നല്ല പോലെ നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്കിതങ്ങ് മാറ്റിയെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിതാ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതാ നമ്മൾ നല്ല പോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതല്ല, നിങ്ങൾക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ബൗളിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തെടുക്കാം. വേണ്ടിയിട്ട് ഞാനിതാ 2 ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിത് ടംബ്ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഈ 2 ബൗളിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മേരി ഗോൾഡിൻ്റെ ഒരു 10 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർക്കാതെ അടിച്ചെടുത്ത് നമ്മുടെ മാംഗോയുടെ പ്യൂരി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ച് മാങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് പഞ്ചസാര നമ്മളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഷുഗർ സിറപ്പിലൊന്ന് റെഡിയാക്കി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കിതൊരു ഡെക്കറേഷന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ 2 ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് ഇതേപോലെ ബിസ്ക്കറ്റ് ഞാനൊന്ന് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്കിതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മീതക്ക് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു മധുരമൊക്കെ നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിലേക്ക് അങ്ങ് പിടിച്ചു കിട്ടിക്കോളും. നമുക്ക് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു പൾപ്പും കൂടുതലേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം.
ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി വീണ്ടും നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മാങ്ങയുടെ ഒരു ചെറിയ പീസുകളില്ലേ, അത് നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്യൂരി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഇനി നമ്മളിതിൻ്റെ മീതെ ഒരു ഡെക്കറേഷനായിട്ട് നമ്മൾ ഫസ്റ്റ് മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു മാംഗോ പ്യൂരി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിതേപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് എല്ലാ വശവും ഒന്നാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു വശവും നമുക്കൊന്ന്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സ്റ്റോർ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കൂളാക്കി എടുത്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇതേപോലെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഞാനിതൊരു ഗ്ലാസ്സിലാണ് നമ്മൾ തംബ്ലൈനായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾക്ക് മാങ്ങ ഒക്കെ നല്ല പോലെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.